നമസ്കാരം. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായുള്ള യുദ്ധം നടക്കുന്നതിനിടയിൽ ഇന്ത്യൻ ഗവൺമെൻറ് അഫ്ഗാനിസ്ഥാനെ എല്ലായ്പ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം പാകിസ്ഥാൻ്റെ മണ്ണിൽ ഭീകരവാദികൾക്ക് പണവും ആയുധങ്ങളും ട്രെയിനിങ്ങും നൽകി അവരെ വളർത്തി വലുതാക്കി അവരെ ഉപയോഗിച്ച് ഇന്ത്യ അടക്കമുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ ഭീകര പ്രവർത്തനങ്ങളും ഭീകരാന്തരീക്ഷവും സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ എന്ന രാജ്യം ശിഥിലമായി കാണുന്നതിന് വേണ്ടി തന്നെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1965-ലും 1971-ലും അതുപോലെ 1999-ലും നടന്ന യുദ്ധങ്ങളിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നും കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. ഇന്ത്യയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയ പാകിസ്ഥാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാകിസ്ഥാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭീകരവാദികളെ ഉപയോഗിച്ച് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോക്സി വാർ മൂലം ഇന്ത്യൻ മിലിറ്ററിക്ക് നഷ്ടമായത് നൂറുകണക്കിന് പട്ടാളക്കാരെയും അതുപോലെ ആയിരക്കണക്കിന് നിരപരാധികളായ സാധാരണക്കാരെയുമാണ്. 2008-ൽ പാകിസ്ഥാനിൽ നിന്നും പാകിസ്ഥാൻ അയച്ച 9 ഭീകരവാദികൾ ബോംബെയിലും പ്രാന്തപ്രദേശങ്ങളിലും നടത്തിയ വ്യാപകമായ ഭീകരാക്രമണങ്ങളിൽ 20 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരും 26 ഫോറിൻ നാഷണലുകളും അടക്കം ഏകദേശം 174 പേർക്കാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്ന് മാത്രമല്ല 300 പേരോളം ഈ ആക്രമണങ്ങളിൽ പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും ഹീനമായ ഭീകരാക്രമണമായിരുന്നു അത്. ഇന്ത്യൻ ഗവൺമെൻറ്റും അതുപോലെ ഇന്ത്യൻ ജനതയും പാകിസ്ഥാൻ്റെ ഈ ഹീനകൃത്യം ഒരിക്കലും മറക്കില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാൻ്റെ സർവനാശത്തിനു വേണ്ടി അവർ എല്ലായ്പ്പോഴും പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പാകിസ്ഥാൻ എയർഫോഴ്സിനെ ഉപയോഗിച്ച് അഫ്ഗാനിസ്ഥാനിൽ ബോംബ് വർഷം നടത്തിയ പാകിസ്ഥാൻ ഇപ്പോൾ അഫ്ഗാൻ മിലിറ്ററിയിൽ നിന്നും ശക്തമായ സൈനിക തിരിച്ചടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ബലൂച്ച് ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവരുടെ സായുധ സമരം ശക്തമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് സിന്ധ് പ്രവിശ്യയിലെ ജനങ്ങൾ സിന്ധു ദേശം എന്ന പ്രത്യേക രാജ്യത്തിനു വേണ്ടി തെരുവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാതെ ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങി പുറപ്പെട്ടിരിക്കുന്ന പാകിസ്ഥാൻ്റെ സർവനാശം ലോകരാജ്യങ്ങൾ ഉടൻ തന്നെ കാണുവാൻ പോവുകയാണ്.